ശ്രീമന്നാരായണീയം ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇത് പൃഥ്വീവൃത്തമാണ്. ശ്ലോകം 1. സ്ഥിതസ്സകമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹി കുതസ്വിദിതമംബുദൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനന ചതുർവദനതാമകാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. സ കമലോത്ഭവ, ആ ബ്രഹ്മാവ്, തവ അങ്ങയുടെ, നാഭിപങ്കേരുഹേ നാഭികമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട്. ബ്രഹ്മാവ് ഭഗവാന്റെ പൊക്കിൾക്കുഴിയിൽ നിന്നും ഉയർന്നു വന്ന ആ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് അംബുദൗ ഇതം കുതസ്വിത്, നാഭിപങ്കേരുഹേഹി സ്ഥിത, നാഭികമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട്, അംബുദൗ സമുദ്രത്തിൽ, ഇതം ഇത് അതായത് ഈ താമരപ്പൂവ്, കുതസ്വിത് ഉദിതം ഇതി എന്തിൽ നിന്നുളവായി എന്നത്, അനാലോകയൻ കാണാത്തവൻ മനസ്സിലാകാത്തവൻ ആയിട്ട്. ബ്രഹ്മാവ് ഈ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ ചുറ്റും വെള്ളം മാത്രമാണ് കാണുന്നത്, വേറൊന്നും കാണുന്നില്ല. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് ഉണ്ടായത്, എവിടെ നിന്നാണ് ഈ താമരപ്പൂവ് ഉണ്ടായത്? നോക്കിയിട്ടത് ഒന്നും കാണുന്നില്ല, അതിൻ്റെ ഉത്ഭവസ്ഥാനം കാണുന്നില്ല, ഒന്നും മനസ്സിലാകുന്നുമില്ല. തദീക്ഷണ കുതൂഹലാത്, അത് കണ്ടറിയുവാനുള്ള കൗതുകം കൊണ്ട്, അതായത് ഈ താമരപ്പൂവ് എവിടെ നിന്നു വന്നു എന്ന് കണ്ടറിയുവാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ കൗതുകം കൊണ്ട്, പ്രതിദിശം ദിക്കുതോറും 4 പാടും, വിവൃത്താനന തിരിഞ്ഞ മുഖമുള്ളവനായിട്ട്, 4 ഭാഗത്തേക്കും മുഖം തിരിച്ചു നോക്കി ബ്രഹ്മാവ് എവിടെ നിന്നാണ് ഈ താമരപ്പൂ വന്നത് എന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോഴെന്താണ് സംഭവിച്ചത്? വികസത് അഷ്ടദൃഷ്ടി അംബുജ, വികസത് വിടർന്ന, അഷ്ടദൃഷ്ടി അംബുജ, അംബുജ താമരപ്പൂക്കൾക്ക് തുല്യങ്ങളായിട്ടുള്ള അഷ്ടദൃഷ്ടികൾ 8 കണ്ണുകളുള്ള, ചതുർവദനതാം നാൻമുഖൻ എന്ന അവസ്ഥയെ പ്രാപിച്ചു, അഗാത് പ്രാപിച്ചു. 4 ഭാഗത്തേക്കും തിരിഞ്ഞ് ബ്രഹ്മാവ് നോക്കി ഈ താമരപ്പൂവിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ് എന്ന് കണ്ടറിയുന്നതിനു വേണ്ടി. 4 വശത്തേക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ 4 മുഖങ്ങളായി തീർന്നു. അങ്ങനെ നാൻമുഖൻ എന്ന പേര് വന്നു. അതുപോലെ താമരപ്പൂക്കൾക്ക് തുല്യങ്ങളായിട്ടുള്ള 8 കണ്ണുകളും ഉണ്ടായി. ഈ താമരപ്പൂവിൽ നിന്ന് ഉണ്ടായ ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച ആ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് ഈ കരകാണാക്കടലിൽ ഈ പൂവ് ഏതിൽ നിന്നാണ് മുളച്ചു വന്നത് ഇതറിയാൻ പറ്റാതെ അത് കണ്ടുപിടിക്കാനായി 4 ദിക്കിലേക്ക് നോക്കി. ഇങ്ങനെ 4 മുഖങ്ങളുണ്ടായി, നാൻമുഖൻ എന്ന പേരും വന്നു. താമര ഇതളുകൾ പോലെയുള്ള 8 കണ്ണുകളും, 4 മുഖങ്ങളുള്ളതുകൊണ്ട് 8 കണ്ണുകളും ഉണ്ടായി. താമര ഇതളുകൾ പോലെ മനോഹരങ്ങളായ 8 കണ്ണുകളും ഉണ്ടായി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.